ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസിന്റെ ഒരു മോക്ക് ടെസ്റ്റ് ആണ്. പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. ഈ ഒരു എക്സാമിന്റെ കട്ട് ഓഫ് വെച്ചിരിക്കുന്നത് 44 മാർക്കാണ്. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യുക. കിട്ടിയ മാർക്ക് കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ ആഗോള മാലിന്യ ശൂന്യ നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ഏക നഗരസഭ ഏതാണ്? ഐക്യരാഷ്ട്രസഭയുടെ ആഗോള മാലിന്യ ശൂന്യ നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ഏക നഗരസഭ ഏതാണ്? വർക്കല നഗരസഭയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. വർക്കല നഗരസഭ ആഗോള മാലിന്യ ശൂന്യ നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ തന്നെ ഏക നഗരസഭയാണ് വർക്കല നഗരസഭ. ഇന്ത്യയിലെ ആദ്യ AI അധിഷ്ഠിത മനുഷ്യ ആന സംഘർഷ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത മനുഷ്യ ആന സംഘർഷ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെയാണ്? പലാമു ടൈഗർ റിസർവിലാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. പലാമു ടൈഗർ റിസർവ് ജാർഖണ്ഡിലെ പലാമു ടൈഗർ റിസർവിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത മനുഷ്യ ആന സംഘർഷ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്. അടുത്ത ചോദ്യം, സ്ത്രീകൾക്ക് പ്രതിമാസം 3000 രൂപ ധനസഹായം നൽകുന്ന അന്നപൂർണ ഭണ്ഡാർ ക്ഷേമ പദ്ധതി നടപ്പാക്കിയ സംസ്ഥാനം ഏതാണ്? എന്താണ്? സ്ത്രീകൾക്ക് പ്രതിമാസം എത്ര രൂപയാണ്? 3000 രൂപ സഹായധനം നൽകുന്ന അന്നപൂർണ ഭണ്ഡാർ ക്ഷേമ പദ്ധതി. ക്ഷേമ പദ്ധതിയുടെ പേര് അന്നപൂർണ ഭണ്ഡാർ ക്ഷേമ പദ്ധതി നടപ്പാക്കിയ സംസ്ഥാനം ഏത്? പശ്ചിമ ബംഗാൾ ആണ്. ഓപ്ഷൻ ബി പശ്ചിമ ബംഗാൾ. അഴിമതി രഹിത കേരളം ലക്ഷ്യമിട്ട് വിജിലൻസിൽ പ്രോജക്ട് 0 പദ്ധതി പ്രഖ്യാപിച്ചത്. അഴിമതി രഹിത കേരളം ലക്ഷ്യമിട്ട് വിജിലൻസിൽ പ്രോജക്ട് 0 പദ്ധതി പ്രഖ്യാപിച്ചത് കേരള സർക്കാർ ആണ്. കേരള സർക്കാർ. ഓപ്ഷൻ എ കേരള സർക്കാർ. കേരള സർക്കാരിന്റെ ജനകീയ മഹാശുചീകരണ യജ്ഞ പരിപാടിയുടെ പേരെന്താണ്? കേരള സർക്കാരിന്റെ ജനകീയ മഹാശുചീകരണ യജ്ഞ പരിപാടിയുടെ പേര് എന്ത്? തുടക്കം. പദ്ധതിയുടെ പേര് തുടക്കം. എന്താണ്? ജനകീയ മഹാശുചീകരണ യജ്ഞ പരിപാടിയാണ് തുടക്കം. മഹാരാഷ്ട്രയിലെ സാവന്ത്വാടി റെയിൽവേ സ്റ്റേഷൻ ഏത് പേരിലാണ് പുനർനാമകരണം ചെയ്യപ്പെട്ടത്? മഹാരാഷ്ട്രയിലെ സാവന്ത്വാടി റെയിൽവേ സ്റ്റേഷൻ ഏത് പേരിലാണ് പുനർനാമകരണം ചെയ്യപ്പെട്ടത്? ലോകമാന്യ മധുധന്ദാവതെ റെയിൽവേ ടെർമിനസ്. ലോകമാന്യ മധുധന്ദാവതെ റെയിൽവേ ടെർമിനസ്. മഹാരാഷ്ട്രയിലെ സാവന്ത്വാടി റെയിൽവേ സ്റ്റേഷൻ ആണ് ലോകമാന്യ മധുധന്ദാവതെ റെയിൽവേ ടെർമിനൽ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. 52ാമത് G7 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏത്? എത്രാമതാണ്? 52ാമത് G7 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏത്? ഫ്രാൻസ് ആണ്. ഫ്രാൻസ്. 52ാമത് G7 ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഫ്രാൻസ്. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? എത്ര വയസ്സിന് താഴെയാണ്? 16 വയസ്സിന്. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം ഏത്? മലേഷ്യയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. മലേഷ്യ. ഇന്ത്യയിലെ ആദ്യ മാതൃകാ അതിർത്തി ഗ്രാമമായി തിരഞ്ഞെടുക്കപ്പെട്ട ലഡാക്കിലെ പ്രദേശം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ അതിർത്തി ഗ്രാമം, മോഡൽ ബോർഡർ വില്ലേജ് ആയി തിരഞ്ഞെടുക്കപ്പെട്ട ലഡാക്കിലെ പ്രദേശം ഏത്? ലഡാക്കിലെ പ്രദേശമാണ് ചുമർ.
ഓപ്ഷൻ സി ചുമർ. വിദ്യാർത്ഥികളെ കാർഷിക മേഖലയിലേക്കും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്കും അടുപ്പിക്കാനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? വിദ്യാർത്ഥികളെ കാർഷിക മേഖലയിലേക്കും അതുപോലെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്കും അടുപ്പിക്കാനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? പദ്ധതിയുടെ പേര് കതിർ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. പദ്ധതിയുടെ പേര് കതിർ. കൃഷി, പോഷകാഹാരം, പൊതുജനാരോഗ്യം എന്നിവ ശാസ്ത്രീയമായി സംയോജിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2026 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? കൃഷി, പോഷകാഹാരം, പൊതുജനാരോഗ്യം എന്നിവ ശാസ്ത്രീയമായിട്ട് സംയോജിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2026 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? സെഹത് മിഷൻ. പദ്ധതിയുടെ പേര് സെഹത് മിഷൻ. 2026 ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന്റെ വേദി ഏതാണ്? 2026 ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന്റെ വേദി ഏത്? ന്യൂഡൽഹി ആണ്. ന്യൂഡൽഹി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച രുദ്രം 2 ഏത് തരം മിസൈലാണ്? ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച രുദ്രം 2 ഏത് തരം മിസൈൽ ആണ്? എയർ ടു സർഫസ് മിസൈൽ. എയർ ടു സർഫസ് മിസൈലാണ് രുദ്രം 2. ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച മിസൈലാണ് രുദ്രം 2 എയർ ടു സർഫസ് മിസൈൽ. 29 കിലോമീറ്റർ നീളമുള്ള പാക് കടലിടുക്ക് നീന്തി കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? പാക് കടലിടുക്കിന്റെ നീളം 29 കിലോമീറ്റർ. 29 കിലോമീറ്റർ നീളമുള്ള പാക് കടലിടുക്ക് നീന്തി കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ഇഷാങ്ക് സിംഗ്. ഓപ്ഷൻ ബി ഇഷാങ്ക് സിംഗ്. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, പാക് കടലിടുക്ക് വേർതിരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ എവറസ്റ്റ് കീഴടക്കിയ 3ാമത്തെ മലയാളി വനിത ആര്? ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ എവറസ്റ്റ് കീഴടക്കിയ 3ാമത്തെ മലയാളി വനിത ആര്? സുഹ്റ സിറാജ് ആണ്. സുഹ്റ സിറാജ്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ മലയാളി വനിത ആര് എന്ന് ചോദിച്ചാൽ കണ്ണൂർ സ്വദേശിനിയായ സഫ്രീന ലത്തീഫാണ് 2025. അതുപോലെ 2ാമത്തെ മലയാളി വനിത ആര് എന്ന് ചോദിച്ചാൽ ശ്രീഷ രവീന്ദ്രനാണ്. ശ്രീഷ രവീന്ദ്രൻ. 3ാമത്തെ മലയാളി വനിതയാണ് സുഹ്റ ചെറുകപ്പള്ളി അല്ലെങ്കിൽ സുഹ്റ സിറാജ്. അടുത്ത ചോദ്യം, ഗാബി എന്നു പേരുള്ള റോബോട്ട് ബുദ്ധ സന്യാസിയെ അവതരിപ്പിച്ച രാജ്യം ഏത്? ഗാബി. പേരെന്താണ്? റോബോട്ടിന്റെ പേര് ഗാബി. ഗാബി എന്നു പേരുള്ള റോബോട്ട് ബുദ്ധ സന്യാസിയെ അവതരിപ്പിച്ച രാജ്യം ഏത്? ദക്ഷിണ കൊറിയയാണ്. ദക്ഷിണ കൊറിയ. റോബോട്ടിന്റെ പേര് ഓർത്ത് വയ്ക്കുക, ഗാബി. ഇന്ത്യയുടെ 18ാമത് റെയിൽവേ സോണായ സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ. സൗത്ത് കോസ്റ്റ് റെയിൽവേ സോണിന്റെ ആസ്ഥാനം എവിടെയാണ്? ഇന്ത്യയുടെ 18ാമത് റെയിൽവേ സോണായ സൗത്ത് കോസ്റ്റ് റെയിൽവേ സോണിന്റെ ആസ്ഥാനം എവിടെയാണ്? വിശാഖപട്ടണമാണ്. വിശാഖപട്ടണം. രാജ്യത്താദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വയോജന വകുപ്പ് രൂപീകരിച്ച സംസ്ഥാന സർക്കാർ ഏതാണ്? കേരളമാണ്. കേരളം. രക്ഷിതാക്കളുടെ അഭാവത്തിൽ ഭിന്നശേഷിയുള്ളവർക്ക് സംരക്ഷണം ഉറപ്പാക്കാൻ കേരള സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? രക്ഷിതാക്കളുടെ അഭാവത്തിൽ ഭിന്നശേഷിയുള്ളവർക്ക് സംരക്ഷണം ഉറപ്പാക്കാൻ കേരള സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏത്? അൻപ് വീട്. പദ്ധതിയുടെ പേര് അൻപ് വീട്. ഓപ്ഷൻ സി. കേരളത്തിന്റെ അത്യാധുനിക ദുരന്ത മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ പേരെന്താണ്? കേരളത്തിന്റെ അത്യാധുനിക ദുരന്ത മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ പേര് കവച്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, കവച്.
സംസ്ഥാനത്തെ ലഹരി മയക്കുമരുന്ന് സംഘങ്ങളുടെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കുവാനുള്ള കേരള സർക്കാരിന്റെ പുതിയ പദ്ധതി. സംസ്ഥാനത്തെ ലഹരി മയക്കുമരുന്ന് സംഘങ്ങളുടെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കുവാനുള്ള കേരള സർക്കാരിന്റെ പുതിയ പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട്. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട്. മാതൃശിശു ആരോഗ്യ സംരക്ഷണത്തിനായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആരംഭിച്ച പുതിയ പ്ലാറ്റ്ഫോം ഏതാണ്? മാതൃശിശു ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആരംഭിച്ച പുതിയ പ്ലാറ്റ്ഫോമാണ് ജനനി. പേര് ജനനി. ഇന്ത്യയിൽ ആദ്യമായി ലോ എമിഷൻ സോൺ നടപ്പാക്കാൻ ഒരുങ്ങുന്ന നഗരം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോ എമിഷൻ സോൺ നടപ്പാക്കാൻ ഒരുങ്ങുന്ന നഗരം ഏതാണ്? പുനെയാണ്. പുനെ. പി ശ്രീധരനുണ്ണിയുടെ ഏത് കൃതിക്കാണ് മഹാകവി പി കുഞ്ഞിരാമൻ സ്മാരക കവിതാ പുരസ്കാരവും ഉള്ളൂർ അവാർഡും ലഭിച്ചത്? പി ശ്രീധരനുണ്ണിയുടെ ഏത് കൃതിക്കാണ് മഹാകവി പി കുഞ്ഞിരാമൻ സ്മാരക കവിതാ പുരസ്കാരവും ഉള്ളൂർ അവാർഡും ലഭിച്ചത്? യക്ഷികളുടെ പരിണാമം. ഓപ്ഷൻ ബി, യക്ഷികളുടെ പരിണാമം. 2025 മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യൻ സൈനികൻ ആര്? 2025 മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യൻ സൈനികൻ ആര്? മേജർ അഭിലാഷ ബറാക്ക് ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. മേജർ അഭിലാഷ ബറാക്ക്. കൈരളി കലാസമിതി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കൈരളി കലാസമിതി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിനാണ്. സാറ ജോസഫ്. US ആർട്ടിസ്റ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ കൊറിയൻ ബാൻഡ് ഏതാണ്? 2026 US ആർട്ടിസ്റ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ കൊറിയൻ ബാൻഡ് BTS ആണ്. BTS. ബുക്കർ പ്രൈസ് നേടിയ നോവൽ ഏതാണ്? 2025 ബുക്കർ പ്രൈസ് നേടിയ നോവൽ ഫ്ലഷ്. ഗോവയിൽ പുതുതായി പ്രഖ്യാപിച്ച മൂന്നാമത്തെ ജില്ല ഏത്? ഗോവയിൽ പുതുതായി പ്രഖ്യാപിച്ച മൂന്നാമത്തെ ജില്ല കുശാവതി. ഓപ്ഷൻ സി ആണ് ഉത്തരം. കുശാവതി. ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ ജനപങ്കാളിത്തത്തോടെ ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന ക്യാമ്പയിൻ ഏതാണ്? ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ ജനപങ്കാളിത്തത്തോടെ ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന ക്യാമ്പയിൻ ഏതാണ്? വൈബ് ഫോർ വെൽനസ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. വൈബ് ഫോർ വെൽനസ്. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഒരു ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെടുകയും അതിനെ തുടർന്ന് MLA സ്ഥാനം നഷ്ടമാവുകയും ചെയ്ത ആദ്യത്തെ വ്യക്തി ആര്? കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഒരു ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെടുകയും അതിനെ തുടർന്ന് MLA സ്ഥാനം നഷ്ടമാവുകയും ചെയ്ത ആദ്യത്തെ വ്യക്തി ആര്? ആന്റണി രാജു ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ആന്റണി രാജു. കൽപ്പാക്കം ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ചിന്റെ ഡയറക്ടർ പദവിയിലെത്തുന്ന ആദ്യ മലയാളി ആര്? കൽപ്പാക്കം ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ചിന്റെ ഡയറക്ടർ പദവിയിലെത്തുന്ന ആദ്യ മലയാളി ആര്? ശ്രീകുമാർ ജി പിള്ള. ഓപ്ഷൻ ഡി. ശ്രീകുമാർ ജി പിള്ള. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷര നഗരസഭ ഏത്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷര നഗരസഭ ശ്രീകണ്ഠപുരമാണ്. ശ്രീകണ്ഠപുരം. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ കുടുംബ കോടതി ആരംഭിച്ചത് എവിടെയാണ്? രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ കുടുംബ കോടതി ആരംഭിച്ചത് ശാസ്താംകോട്ടയിലാണ്. ഓപ്ഷൻ ഡി.
ശാസ്താംകോട്ട. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിലേക്ക് യോഗ്യത നേടുന്ന ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള കരീബിയൻ ദ്വീപ് രാഷ്ട്രം ഏതാണ്? ക്യൂറസാവോ. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ക്യൂറസാവോ. കേരളത്തിലടക്കം വലിയ ചർച്ചയായ പശ്ചിമഘട്ട റിപ്പോർട്ട് സമർപ്പിക്കുകയും 2026 ജനുവരിയിൽ അന്തരിക്കുകയും ചെയ്ത പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ആര്? പ്രൊഫസർ മാധവ് ഗാഡ്ഗിലാണ്. പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി ആര്? പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി കെ.എ. തുളസി. കെ.എ. തുളസി. ഫിഷറീസ് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആര്? ഫിഷറീസ് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ. വി.ഇ. അബ്ദുൾ ഗഫൂർ. ഫിഷറീസ് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി. കായികം യുവജനകാര്യം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? കായികം യുവജനകാര്യം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ഒ.ജെ. ജനീഷാണ്. ഒ.ജെ. ജനീഷ്. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ആരാണ്? ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് ആണ്. അനൂപ് ജേക്കബ്. ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് സി.പി. ജോൺ ആണ്. സി.പി. ജോൺ. ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ സുരക്ഷിതമായി കടത്തിവിടുന്നതിനായി US ആരംഭിച്ച ദൗത്യം ഏതാണ്? ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ സുരക്ഷിതമായി കടത്തിവിടുന്നതിനായിട്ട് US ആരംഭിച്ച ദൗത്യമാണ് പ്രോജക്റ്റ് ഫ്രീഡം. 2025 മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തം പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? 2025 മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തം പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്ത് ഹരിപ്പാടാണ്. ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത്. കാൻ ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്നതിനായി തിരഞ്ഞെടുക്കപ്പെട്ട ജോൺ എബ്രാഹിമിന്റെ വിഖ്യാതമായ സിനിമ ഏത്? കാൻ ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്നതിനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ജോൺ എബ്രാഹിമിന്റെ സിനിമയാണ് അമ്മ അറിയാൻ. സിനിമയുടെ പേര് അമ്മ അറിയാൻ. 2027 ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? 2027 പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ഉസ്ബെക്കിസ്ഥാനാണ്. ഉസ്ബെക്കിസ്ഥാൻ. 2023-24 വർഷത്തെ പഞ്ചായത്ത് മുന്നേറ്റ സൂചിക പ്രകാരം കേരളത്തിലെ മികച്ച പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത്? ചെറുതനയാണ്. ചെറുതന. ഓപ്ഷൻ എ ചെറുതന. 2026 തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ ആര്? 2026 തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ ആര്? സേതു. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, സേതു. 2026 ഗണിതശാസ്ത്ര നോബൽ എന്നറിയപ്പെടുന്ന ആബേൽ പുരസ്കാരത്തിന് അർഹനായത് ആര്? 2026 ഗണിതശാസ്ത്ര നോബൽ എന്നറിയപ്പെടുന്ന ആബേൽ പുരസ്കാരത്തിന് അർഹനായത് ഗേറ്റ് ഫ്ലാറ്റിങ്സ് ആണ്. ഗേറ്റ് ഫ്ലാറ്റിങ്സ്. നാസയുടെ ആർട്ടിമിസ് 2 ദൗത്യത്തിൽ മിഷൻ സ്പെഷ്യലിസ്റ്റായി തിരഞ്ഞെടുക്കപ്പെട്ട വനിത ആര്? നാസയുടെ ആർട്ടിമിസ് 2 ദൗത്യത്തിൽ മിഷൻ സ്പെഷ്യലിസ്റ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വനിത ക്രിസ്റ്റീന കോച്ച്. ക്രിസ്റ്റീന കോച്ച്. അവസാനത്തെ ചോദ്യം. 2025 ലോക ആർച്ചറി അവാർഡിൽ മികച്ച പാരാ ആർച്ചറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരം? 2025 ലോക ആർച്ചറി അവാർഡ്സിൽ മികച്ച പാരാ ആർച്ചറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരം ശീതൽ ദേവിയാണ്. ശീതൽ ദേവി. 50 നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.